ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ഇടുകയാണ്. ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഞങ്ങളിന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും. വെളിയിൽ നിന്ന് കറങ്ങാൻ പോയിട്ടില്ല ഇതുവരെ. ഉച്ച കഴിഞ്ഞ് ഞങ്ങളൊരു സുഹൃത്തിൻ്റെ വീട്ടിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇന്ന് ഞങ്ങൾ സൺഡേ സ്പെഷ്യലൊന്നുമില്ല. അപ്പോൾ അതുപോലെ വീട്ടിൽ പിള്ളേർക്കൊപ്പം ഞങ്ങൾ ഒരു ഉച്ചവരെയൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യാൻ തീരുമാനിക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഇടുന്നത്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അല്ലുവിൻ്റെ ബലൂൺ എത്ര ഉണ്ട്? എത്ര ബലൂൺ ഉണ്ട്? ആ തന്നെ കിട്ടിയോ വെച്ച്? കുഞ്ഞാറ്റ കിട്ടിയോ? നിങ്ങൾ കളിക്കേ. അപ്പം തുണിയൊക്കെ വിരിച്ചിട്ട് പോട്ടെ. നല്ല വെയിൽ, തുണിയൊക്കെ വിരിച്ചിട്ട് പോട്ടെ. എന്തായാലും നാളെ പിള്ളേരോണമൊക്കെയാണ്. അപ്പോൾ അല്ലുക്കുട്ടനൊക്കെ പിള്ളേരോണത്തിന് സ്കൂളിൽ വലിയ പ്രോഗ്രാം നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അല്ലുക്കുട്ടന് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീൻ്റെ അത് കഴുകിക്കഴിഞ്ഞാൽ ശരിയാകാത്തതുകൊണ്ടായിരിക്കാം വെള്ളം ഇങ്ങനെ എന്തിനാണ് പാഴാക്കി കളയുന്നത്. ഇത് മഞ്ഞൾ ആ മഞ്ഞൾ മൊത്തം പോയി. അതാണ് കുഴിച്ച് വെക്കുമായിരുന്നെങ്കിൽ അത് അഴുകി പോവല്ലെങ്കിൽ കുറേ പോയി. ഇത് കുഴിച്ചിടല്ലേ? കുഴിച്ച് വെക്കും. പിള്ളേർക്ക് എന്തെങ്കിലും ആവശ്യത്തിന്. വല്ലുക്കൂട്ടന് സ്കൂളിൽ പിള്ളേരോണത്തിന് ഇട്ടുകൊണ്ട് പോകുന്ന മുണ്ടും ഷർട്ടും വേണം. അപ്പോൾ ഷർട്ടൊക്കെ സെറ്റപ്പ് കേട്ടോ. മൈപ്പീലിയും ഓൺലൈൻ വഴി ഇത് മേടിച്ചാണ്. അപ്പം ഓടക്കുഴൽ മൈപ്പീലിയൊക്കെ ഉള്ള വിഷുവിന് വേണ്ടി മേടിച്ചാണ്. അപ്പം അടിപൊളി ഷർട്ടാണ് ഇത്. പശയൊക്കെ മുക്കിയിട്ടേക്കുക. അപ്പം നമ്മൾ വാഷിംഗ് മെഷീൻ്റെ അകത്ത് കഴുകിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പശ മുക്കി കഴിഞ്ഞാൽ അത് സെറ്റപ്പ് ആക്കിയാൽ, അതുകൊണ്ടാണ് കൈ കൊണ്ട് കഴുകി നമ്മൾ ഇത് നല്ല വെയിലടിച്ചാൽ ഈ പശ മുക്കിയാൽ ഈ സെറ്റപ്പായിട്ട് ഇരിക്കത്തുള്ളേ. അല്ലെങ്കിൽ വെയിൽ കുറവാകുന്നാലും നോക്കി ഇത് നല്ല തെളിഞ്ഞ അന്തരീക്ഷമായി ഇതുവരെ. എന്നാ രസമാണ് നോക്കിയല്ലേ. ഈ മഴക്കാലം വന്ന് ഓർക്കണേ. ഇതിപ്പോൾ ഒരു മഴക്കാലമല്ലേ. ഈ മഴക്കാലത്ത് നമ്മളെ നോക്കിയ നീലാകാശവും കാർമേഘമല്ല, വെള്ള മേഘപടലങ്ങളാൽ എന്ത് രസമാണെന്ന് നോക്കി. ഞാനിതൊക്കെ രാവിലെ ഒരു വീഡിയോ ഇട്ടായിരുന്നേ. രസമുണ്ട്, നല്ല അടിപൊളി. നമ്മുടെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് സീനറി ആയിട്ടിട്ടേക്കുന്ന നമ്മുടെ നീലാകാശവും ഒക്കെയാണ്. ഇപ്പം ഇന്ന് സൺഡേ കൂടെ ആയതുകൊണ്ട് പിന്നെ എപ്പോഴും കുളിച്ചൊരുങ്ങി. ഇത് നമ്മുടെ JCBയുടെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ബക്കറ്റുണ്ട്. നോക്കിയേ, ഞങ്ങൾക്ക് ബക്കറ്റ് ഒരുപാടുണ്ട്. എന്നാണെന്നറിയാം കാരണം എന്നറിയാമോ? ഞാൻ JCB ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ JCBയുടെ എൻജിൻ ഓയിലും അതുപോലെ ഗ്രീസും അതുപോലെ ഹൈഡ്രോളിക് ഓയിലൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഈ ബക്കറ്റ് സഹിതമല്ലേ കിട്ടുന്നത്. അപ്പം അത് നല്ല ഉപകാരം. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടത്തില്ല. ഇതൊക്കെ ഒരു 6 വർഷം പഴക്കമുള്ളൊരു ബക്കറ്റാണ്. പക്ഷേ ഇത് പൊട്ടിപ്പോയാല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ സാധാരണ ബക്കറ്റ് മേടിക്കുമ്പോൾ ഇതിനകത്ത് തിളച്ച വെള്ളം ഒഴിച്ചാലും ഇത് ഡാമേജ് വരികയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാലും സാധാരണ നമ്മൾ മേടിക്കുന്ന കടന്ന് മേടിക്കുന്നില്ലേ, ആ ബക്കറ്റൊക്കെ നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് ഞാൻ മഞ്ഞളിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ചെളി പിടിച്ച് വെള്ളത്തിൽ വേസ്റ്റ് ഇടാൻ വേണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ കുഞ്ഞ്. അപ്പോൾ അപ്പയുടെ ഷർട്ടേ ചെളി പിടിക്കല്ലേ? അവിടെ ഒന്ന് കളിക്കാൻ മാറി ഒന്ന്
അപ്പോൾ ഞാനും വെള്ള ഷർട്ടൊക്കെ ഈ വാഷിംഗ് മെഷീൻ്റെ അകത്ത് കഴുകത്തില്ല. കഴുകി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്ന് മറ്റ് ഡ്രസ്സുകളുടെയൊക്കെ കറ പറ്റും, വൃത്തിയാവത്തില്ല. അപ്പം ഞാൻ തന്നെ കഴുകും. ഇത് പക്ഷെ ഇതാരും മേടിക്കരുത് കേട്ടോ. ഇതിൽ ഒത്തിരി പേനും ഈരും ഒക്കെ വരും എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ട്രിപ്പ് വന്നു കുറച്ച് ഈര്. ഇപ്പൊ ഇതിനകത്ത് ഈരുമ്പോ ഈരിനെയും കിട്ടുന്നില്ല, പേരിനെയും കിട്ടുന്നില്ല. അത് ഇല്ലാത്തോണ്ടായിരിക്കും, തലേ ഈരും പേരും ഇല്ലാത്തോണ്ടായിരിക്കും. അല്ല, തലയിൽ ഈരും പേരും ഉണ്ട്. അയ്യോ, കഴിഞ്ഞ ദിവസം അമ്മ എടുത്ത് അമ്മ എന്തോരം കൊണ്ടു തന്നു. എൻ്റെ അടുത്ത് നിന്ന് വരും വീർപ്പിച്ച് പൊട്ടിച്ചാക്കല്ലേ, എനിക്ക് പേടിയാ. അപ്പുറം പോക്കാം, അപ്പുറം കളിച്ചാൽ അല്ലെങ്കിൽ അപ്പുറം ഷർട്ടും മുണ്ടൊക്കെ ചെളി പറ്റി. അപ്പോൾ എന്തായാലും ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തെളിഞ്ഞ അന്തരീക്ഷം. പിന്നെ ഇന്ന് ഞാൻ വെളിയിലേക്ക് ഇറങ്ങാനൊന്നും പോയില്ല. തൊട്ട് നമ്മുടെ മുൻപിലുള്ള വീട്ടുകാരാണ് അത്. അവർ വീടിൻ്റെ മുന്നിലൊക്കെ നല്ല അടിപൊളി ചെടിയൊക്കെ നിൽപ്പുണ്ട്. ആ, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഞായറാഴ്ചയായിട്ട് എന്താണ് ഇന്ന് സ്പെഷ്യൽ പ്രോഗ്രാമൊക്കെ? അപ്പം ഞങ്ങളിന്ന് നാളെ കുട്ടികളുടെ പിള്ളേരമായതുകൊണ്ട് അല്ലുക്കുട്ടൻ്റെ ഷർട്ട് കഴുകി, മുണ്ട് കഴുകി, അതുപോലെ എൻ്റെ ഷർട്ട് കഴുകി, മുണ്ട് കഴുകി, അതൊക്കെ വിരിച്ച് നല്ല വെയിലില്ല, നല്ല അന്തരീക്ഷം. ഇതുണ്ടോ പെട്ടെന്ന് കണ്ടോ നമ്മൾ, ഇതുണ്ടോ ഞാൻ ആ വീഡിയോ കട്ട് ചെയ്തില്ല. നല്ല അന്തരീക്ഷം ഒന്നും പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പ് കാർമേഘം വന്ന് മൂടിയത് കൊണ്ടോ നമ്മുടെ പ്രകൃതിയുടെ ഒരു വ്യത്യാസമേ. കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് ഇതുണ്ടോ മേഘം അങ്ങ് മാറി, ആ നീല മേഘം, ആ നീലാകാശം മാറിയിട്ടുണ്ടല്ലോ, ഇരുണ്ട് മൂടിയത് കണ്ടോ. ഇത് ഇന്ന് ഇതിപ്പോൾ ഞാൻ ഈ നീലാകാശം രാവിലെ പിടിക്കാൻ കാരണം നമ്മൾ ഈ കാലാവസ്ഥ പറയുന്നൊരു ഫേസ്ബുക്കിലൊരു പേജുണ്ട്. അതിനകത്ത് പുള്ളിക്കാരൻ പറയും പുള്ളിക്കാരൻ പറയുന്ന ഏകദേശമൊക്കെ കറക്റ്റ് ഫലിക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ പണ്ടൊക്കെ നമ്മൾ പറയല്ലോ ആകാശം മേഘാവൃതമായിരിക്കും, അവിടെ ഇവിടെയൊക്കെ മഴ പെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ കളിയാക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെയല്ലേ ഇപ്പോൾ ആ ഫേസ്ബുക്കിൻ്റെ അകത്ത് ആ ചേട്ടൻ ഇടുന്നത് ഏകദേശം കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ രാവിലെ ഈ പുള്ളിക്കാരൻ്റെ പേജ് കണ്ടപ്പോൾ എന്നിട്ട് പുള്ളിക്കാരൻ പറയാം ഇതിങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഈ മേഘം നീലാകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന വെള്ള മേഘക്കൂമ്പാരങ്ങൾ വേഗത്തിൽ മാറുകയും നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് അത് ഇരുണ്ട് മൂടുകയും അത് വലിയ മേഘവിസ്ഫോടനങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുമെന്ന് ഒരു പുള്ളിക്കാരനൊരു ന്യൂസ് ഇട്ടേക്കും. അപ്പം ഞാൻ ഓർത്ത് നമ്മൾ ഒത്തിരി പേര് അതിന് കമൻറ്റ് ഇട്ടേക്കുവാണേ. അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടേക്കുന്ന എല്ലാവരും പറഞ്ഞു ഈ മേഘം കണ്ട് എല്ലാവരും ആശ്വസിച്ചിട്ടുണ്ട്. കാരണം ഈ മേഘമാണ് മഴ മാറി നല്ല അന്തരീക്ഷം തന്നത് എന്ന് നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ ചിന്തിക്കുന്ന ഒരു മേഘമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് ഞങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് നീലാകാശവും മേഘമൊക്കെ നിൽക്കുന്നത് ഞൊടിയിടയിൽ അത് മാറുകയും പെട്ടെന്നത് മഴയായിട്ട് പെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ചേട്ടൻ പറഞ്ഞതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ എത്രത്തോളം വാസ്തവമായി വേണോ, വീണ്ടും ആ മേഘം മാറി, ആ ഇരുളിമ മാറി, പിന്നെയും വെയിൽ വന്നേ. എന്നാലും ഇരുണ്ട് നിൽക്കുകയാണ് ആകാശം. കാരണം ഒരു 5 മിനിറ്റ് പോലും ആയില്ല, 5 മിനിറ്റകം മാറിയ ആ നീലാകാശം മാറിയ മാറ്റം കണ്ടോ. എല്ലായിടത്തും അങ്ങനെ കേട്ടോ, ഞാൻ മാറ്റി പിടിച്ചേക്കുന്നതല്ല, ഞാൻ ഇവിടെ നിന്നല്ലേ വീഡിയോ പിടിച്ച. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് വിശേഷം എല്ലാവരും? ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ ഒത്തിരി നാളായി ഇങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി കറങ്ങുന്ന വീഡിയോയും ബ്ലോഗൊക്കെ ആയിട്ട് ഇടാറുള്ളൂ. അപ്പോൾ ഒത്തിരി ദിവസമായി ഞങ്ങളുടെ ലൈഫിനെക്കുറിച്ച് ഒരു ദിവസത്തെക്കുറിച്ച് ഞങ്ങൾ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിക്കോട്ടെ ഞങ്ങളും ചിന്തിച്ചു. പിന്നെ ഓണമൊക്കെ ആയിട്ട് വരുവാണ്, എല്ലാവർക്കും ഈ പ്രാവശ്യം എല്ലാ സാമ്പത്തിക ഞെരുക്കമാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഓണാഘോഷം ഔപചാരികമായിട്ട് ഒരാഘോഷം ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്തായാലും നമുക്ക് ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് മുങ്ങാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ച് എല്ലാവരെയൊക്കെ ഒന്ന് സോപ്പിടാം. ഇനി ആഹാരമൊക്കെ കഴിക്കാം അല്ലേ. ആഹാരമൊക്കെ കഴിച്ചിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഇന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല, എന്നാലും ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് സാമ്പാറാണ് തോന്നുന്നു. സാമ്പാറൊക്കെ ആണ്. ഉച്ചയൂണിൻ്റെ സമയമായി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചോറൊക്കെ കൊണ്ടിട്ട് ഒന്ന് കറങ്ങാൻ പോലെയുള്ള തയ്യാറെടുപ്പിലാണ്. പപ്പടം ചെറുതായിട്ടിട്ട് ഇതെന്തോ വെട്ടം പപ്പടം ഇങ്ങനെ ചെറുത് പ്രത്യേക സ്റ്റൈലിൽ വറുത്തെടുക്കുക.
പപ്പടം കട്ട് ചെയ്തിട്ട് അതിനാന്നോ ഇങ്ങനെ ആകുമ്പോൾ നല്ല രസമല്ലേ മാറല്ലോ എണ്ണയിലൊക്കെ എടുത്ത് ഇരിക്കില്ല അല്ലിക്കുട്ട അതിനോ അതിനടുത്ത് പപ്പടം കിട്ടും ഇതിങ്ങനെ നല്ല രസമല്ലേ ഇങ്ങനെ വറുത്ത് കഴിയുമ്പോൾ അപ്പം പപ്പടം കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് ഇങ്ങനെ ഇതിനേക്കാൾ നീളത്തിൽ കട്ട് ചെയ്ത് പപ്പടം കറി ഉണ്ടാക്കും. ചാറ് കറി ഞാൻ കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. ഇപ്പം സാമ്പാർ പപ്പടം പിന്നെ എന്നാ മീൻ വറുത്തുണ്ടോ? സാമ്പാറും പപ്പടം ഉള്ളു, മീൻ വറുത്തും ഒന്നുമില്ല. മീനൊന്നും വറുത്തില്ല. ഉണക്കമീൻ പോയി മേടിച്ചോണ്ട് പറഞ്ഞിട്ട് മേടിച്ചില്ല. ഉണക്കമീൻ മേടിച്ചോണ്ട് വന്നാൽ ഉണക്കമീനും വറുക്കും. ഇറച്ചിയൊക്കെ 2-3 ദിവസമായിട്ട് ഇറച്ചിയൊക്കെ കഴിച്ച് വീട്ടിലൊക്കെ പോയപ്പോഴത്തേക്ക് ഇറച്ചി കോഴി തന്നെയായിരുന്നു. കോഴിയും ബീഫൊക്കെ കഴിച്ചു കൊടുത്തു. അതുകൊണ്ട് പിന്നെ ഇന്ന് ഞങ്ങളിവിടെ സാധാരണ നമ്മൾ മലയാളികൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്. അതായത് ഇറച്ചിയും മീനും പോത്തും അതുപോലെ എല്ലാ ഇറച്ചി അങ്ങനെയൊന്നുമില്ല നേരത്തേക്കാണ്. അല്ല എന്നാലും ഇപ്പോഴും ഞായറാഴ്ച ദിവസമാണ് കൂടുതൽ ആളുകൾ കൂടുതൽ മേടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്ത് ഒരു വെറൈറ്റി അല്ല, സാമ്പാറും പപ്പടം. സാമ്പാർ കൂട്ടിട്ട് ഒത്തിരി നാളെ അത് സാമ്പാർ കൂട്ടിട്ട് ഇഷ്ടമാണ്. അപ്പം ഇതല്ല വെജിറ്റബിൾ ആഹാരമാണ് ഞങ്ങൾ. വെജിറ്റേറിയനാണ് ഞങ്ങൾ. വെജിറ്റബിൾ ഞങ്ങൾ വെജിറ്റേറിയൻ ആക്കാറില്ലായിരുന്നു. ഡയറ്റ് ഒക്കെ ആക്കാൻ പോവാം. ഓണം വരെ ഡയറ്റ്. അതെ. ഇതെന്നാ സംഭവം? അത് വീട്ടിൽ നിന്ന് ആട്ട. അത് നമ്മുടെ സർക്കാരിന്റെ സ്വന്തം ആട്ട. അതെ, കേരള സർക്കാരിൻ്റെ ആട്ട 3 കവറുണ്ട്. ഇനിയിപ്പം ഈ ആഴ്ച ഫുള്ള് പുട്ടും ഉപ്പുമാവും ഒക്കെ ആയിരിക്കും. എൻ്റെ പൊന്നെ, രാവിലത്തെ പുട്ട് കഴിക്കുക. ഗോതമ്പ് കൊണ്ട് അടയുണ്ടാക്കും, ഗോതമ്പ് പുട്ടുണ്ടാക്കും. വെളിച്ചം വെള്ളമില്ല. അയ്യേ, നമുക്ക് തരാതെ തിന്നുന്ന അമ്മ തന്നെ തിന്നു പടി. ഒന്നും കഴിച്ചില്ലേ? കൊച്ചൊന്നും കഴിച്ചില്ലേ? രാവിലെ പിന്നെ അപ്പം ഉണ്ടാക്കി കഴിച്ചതോ? ചോറ് കഴിക്കാം നമുക്ക്. അപ്പം കാണുമ്പോ അതന്നെ കുഞ്ഞാത്തി പോയിട്ടോ. കള്ളി ഇതായിരുന്നു ഇന്നത്തെ അപ്പം. നല്ല അപ്പമായിരുന്നു. രാവിലെ അപ്പം ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് കാണാം. അപ്പമായിരുന്നേ. അപ്പം കിഴങ്ങേറിയായിരുന്നേ. പിള്ളേർ ഈ അപ്പമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് പഞ്ചസാര ഇട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്കും പഞ്ചസാര ഇട്ട് കഴിക്കാൻ തന്നെ ഇഷ്ടമാണ്. എന്നെ കാണിക്കല്ലേ, ഞാൻ കോലം കിട്ടാൻ നിൽക്കുക. കോലം കിട്ടാനും ഞാൻ ചോറുണ്ടാകുമ്പോൾ എനിക്ക് വിശക്കുവാ. എനിക്കും ചോറ്. അത് മുട്ടയാ, മുട്ട കൂടിയാ. ഈ പിള്ളേരെ പച്ചമുട്ട കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട്, കുഴപ്പം വല്ലതും ഉണ്ടോ? നമുക്ക് പ്രായമായവരൊക്കെ പച്ചമുട്ട കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളോ അങ്ങനെ സംഭവമൊക്കെ ഉണ്ടാവും. പച്ചമുട്ട കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇതിനകത്ത് ഉപ്പിട്ട് ഇവൻ പച്ചക്ക് കഴിക്കും. ഉപ്പാണോ ഇരുന്നത്? ഇത് ഉപ്പെടുത്ത് കൈ പിടിച്ചേക്കുവാ. ഇത്തിരിയല്ല. മതി 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 മതി. കുഞ്ഞാറ്റ ചെയ്യുന്ന കഴിക്കുകയാണ്. കുഞ്ഞാറ്റയ്ക്ക് കോഴിക്കറിയും കോഴിയും രാവിലെ ഒരു പുഴുങ്ങി മുട്ട തിന്നു. കോഴി അതുപോലെ കപ്പയൊക്കെ. അല്ല ഈ പിള്ളേരെ കാണിച്ചാൽ കുഴപ്പമുണ്ടോ? ഇതിനത് പിള്ളേരെ കാണിച്ചാലും എല്ലാവരും കാണിക്കുന്നുണ്ട്. അയ്യോ, കത്തി ഇപ്പം എന്നെ നെറ്റിയെ കയറി പോയി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇനിയിപ്പോൾ ആഹാരം കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഉച്ചയൂണ് സൺഡേ സ്പെഷ്യൽ ഇല്ലാത്ത ഒരു ഉച്ചയൂണ് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാമ്പാർ ഇവിടുത്തെ സ്പെഷ്യൽ. ഇതേ കുഞ്ഞാറ്റ മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നേ. നീ ചോറ് കൊണ്ടുപോയി മേശപ്പുറത്ത് വെക്കാം. അപ്പോൾ ഞങ്ങൾ ഇനി ചോറുന്ന ഒരു ഭാഗം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒത്തിരി നാളായി ഞങ്ങൾ വീഡിയോ ഒക്കെ ഇട്ടത്. അപ്പം ഇന്ന് ഞങ്ങളുടെ ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ ഒരു ജീവിതത്തെക്കുറിച്ച് ഉള്ള ഒരു
ഒരു ഭാവം. അപ്പം എന്തായാലും ഞങ്ങൾ ചോറുണ്ട് വരാം കേട്ടോ. എന്തായാലും ഞങ്ങൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് നല്ല വെയിലാട്ടോ. അപ്പം കാണുന്നില്ല. ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വീട് വരെ പോകും. അതുപോലെ ഇവിടെ ഒരു കണ്ടമൊക്കെ ഉണ്ട്. ആ കണ്ടത്തിൽ തോട് ആ തോട്ടിലൊക്കെ ഇന്ന് പോയി ഇന്ന് ഞായറാഴ്ച ദിവസമല്ലേ, പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും ആ പോക്ക് ഞങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിലൊക്കെ പോകും. ആ സുഹൃത്തിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്താം. അപ്പം ഞങ്ങൾ പോകുന്ന എന്തിനാണെന്ന് കുറിച്ചൊക്കെ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഊണൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങളിന്ന് കറങ്ങിയിട്ട് പോകാം കേട്ടോ. 2 വീഡിയോ ആയിട്ടിടണം. അപ്പോൾ ഞങ്ങൾ 2 വീഡിയോ ആയിട്ടിടാം. അപ്പോൾ പോയിട്ട് വരാം. അപ്പം വീണ്ടും ഒരു വീഡിയോ കൂടെ ഞങ്ങൾ ഇടുന്നുണ്ട്, ഞങ്ങൾ പോയത് എവിടെയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി. അപ്പം നല്ല വെയിലായതുകൊണ്ടാണ് ഞാൻ തലേ കൈ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഇത് ആ വീഡിയോ അവിടെ തീർക്കും.